ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഹിന്ദു പത്രത്തിലെ പ്രധാന വാർത്ത പരിശോധിക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ മൂവ് ടു ഡീപ്പൻ കോപ്പറേഷൻ ഇൻ ദ ഇൻഡോ പസഫിക്. ഇന്ത്യ ഓസ്ട്രേലിയയും മുന്നിട്ടിറങ്ങി ഡീപ്പൻ കോപ്പറേഷൻ പറയുമ്പോൾ ആഴത്തിലുള്ള സഹകരണത്തിന്, ശക്തമായ സഹകരണത്തിന് ഇൻ ദ ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തമായ സഹകരണത്തിന് തീരുമാനിച്ചു എന്ന് പറയുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും താഴെ amid geostrategic uncertainties, Prime Minister Modi, his Australian counterpart Albanese adopted declaration to expand maritime security ties and defense collaboration. The countries also sealed pacts on civil nuclear energy and critical minerals. amid geostrategic uncertainties, അതായത് പല ഭൂമിശാസ്ത്രപരമായ അനിശ്ചിതത്വത്തിനിടയിലും ആണവോർജം, സമുദ്ര സുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത പാരഗ്രാഫ്, India and Australia on Thursday adopted a joint declaration on defense and security cooperation, committing to significantly deepen military engagement, strengthen defense industrial collaboration, and expand maritime security cooperation amid growing geostrategic uncertainty in the Indo-Pacific region. The two countries also sealed pacts on civil nuclear energy and critical mineral sectors. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അനിശ്ചിതത്വത്തിനിടയിലും തന്ത്രപ്രധാനമായ തീരപ്രദേശത്തിൻ്റെ അനിശ്ചിതത്വത്തിനിടയിലും ഒരു പ്രധാനമായ ചില കരാറുകളിൽ ഒപ്പുവെച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അണുവോർജം, സമുദ്ര സുരക്ഷ, അതുപോലെ അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തി എന്നാണ് ഇന്നത്തെ പ്രധാന വാർത്ത. അപ്പോൾ ഇതുപോലെ ദിവസം നമ്മൾ കുറച്ച് നേരം പത്രം വായിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് കിട്ടും. കൊളാബറേഷൻ, ടൈഅപ്പ്, അങ്ങനെ ഡീപ്പൻ, ജിയോസ്ട്രാറ്റജിക് അൺസർട്ടനിറ്റീസ്, ഇതുപോലുള്ള പുതിയ പുതിയ ഓരോ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവരും കഴിയുമെങ്കിൽ കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം പത്രം വായിക്കുക. ഓക്കെ, നമസ്കാരം, എല്ലാവരും വിജയിക്കട്ടെ. അതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഇന്ത്യ ഓസ്ട്രേലിയ മൂവ് ടു ഡീപ്പൻ കോപ്പറേഷൻ ഇൻ ദ ഇൻഡോ പസഫിക്. amid geostrategic uncertainties, Prime Minister Modi, his Australian counterpart Albanese adopted declaration to expand maritime security ties and defense collaboration. The countries also sealed pacts on civil nuclear energy and critical minerals. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുചേർന്ന്, യോജിച്ച്. ടൈസ് എന്ന് പറഞ്ഞാൽ അതും പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന കാര്യങ്ങളെയാണ് ടൈസ് എന്ന് പറയുന്നത്. സീ പാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒപ്പുവെക്കുക എന്നതാണ്. ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ, എനർജി എന്ന് പറയുമ്പോൾ ആണവോർജം, ക്രിട്ടിക്കൽ മിനറൽ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ധാതുക്കൾ, അതാണ് അതിൽ. അപ്പോൾ ഓരോ വാക്കുകൾക്കും നമുക്ക് പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് പത്രം വായിച്ച് പുതിയ വാക്കുകൾ പഠിക്കാം. അതെങ്ങനെയാണ് അതിൽ ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഠിക്കാം.
ഓക്കെ, നന്ദി, നമസ്കാരം. എല്ലാവരും വിജയിക്കട്ടെ.